ശില്പകലയുടെ നയനമനോഹരമായ കാഴ്ച അനിർവചനീയമായ അനുഭൂതിയാണ്. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ പന്ഥാവിലൂടെയാണ് ഭാരതീയ വാസ്തുവിദ്യാശാസ്ത്രം പ്രയാണം തുടരുന്നത്. മോഹൻജോദാരോ ഹാരപ്പ സംസ്കൃതിയുടെ അനുരണനങ്ങളാണ് ആധുനിക എഞ്ചിനീയറിംഗ് ശാസ്ത്രശാഖയുടെ വികാസത്തിന് ശോഭ പകരുന്നത്. മഹാശിലകളെ രാഗിമിനുക്കിയുള്ള ബുദ്ധമതക്ഷേത്രങ്ങളും വൈവിധ്യമുള്ള ആരാധനാലയങ്ങളും കുഷാൻ മൗര്യ സാമ്രാജ്യ ഭരണത്തിൽ ഗ്രീക്ക് ശൈലിയിലുള്ള ഭാരതീയ വാസ്തുവിദ്യാശാസ്ത്രത്തിൻ്റെ സുവർണ തലങ്ങളും സമാഗതമാവുകയായിരുന്നു. ഹൊയ്സാല, വിജയനഗര, ചാലൂക്യ ആർക്കിടെക്ചർ ശൈലികൾ ആകർഷണീയമായി. ജ്യാമിതീയവും ഗണിതശാസ്ത്രവുമായ ദ്രാവിഡ വാസ്തുവിദ്യയുടെ ലാവണ്യാത്മകത ഭവന നിർമ്മാണ കലയുടെ ജീവാത്മാവാണ്. തന്ത്രസമുച്ചയ, തച്ചുശാസ്ത്ര, മനുഷ്യാലയ ചന്ദ്രിക, ശില്പരത്ന ശൈലികൾ മലയാള മണ്ണിലെ ആർക്കിടെക്ചർ ചരിതത്തിന് പിൻബലമേകുന്നു. ആഗോളതലത്തിൽ മോഡേൺ ആർക്കിടെക്ചർ പഠനശാഖ അനുനിമിഷം വളരുമ്പോൾ ഇന്റർനാഷണൽ കരിക്കുലത്തിലൂടെ ശാസ്ത്രീയവും വിശാലവുമായ ആർക്കിടെക്ചർ പഠന സൗകര്യമൊരുക്കി പാലക്കാട് പത്തിരിപ്പാലിയിലുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ എന്ന കലാലയം ചലിക്കുന്ന ലോകത്ത് ചിന്തിക്കുന്ന മനസ്സുള്ള ആർക്കിടെക്റ്റുകളെ വാർത്തെടുത്ത് വിജയത്തിൻ്റെ സുവർണ പന്ഥാവിലൂടെ പ്രയാണം തുടരുകയാണ്. വാസ്തുവിദ്യാ പഠനശാഖയിൽ ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങളൊരുക്കി പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാലിയിൽ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന കലാലയമാണ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ. ആഗോളതലത്തിൽ വാസ്തുവിദ്യ ഭവന നിർമ്മാണ ശാസ്ത്രത്തിലെ വ്യതിയാനങ്ങളെ പഠനവിധേയമാക്കി പൂർണ്ണമായും ആർക്കിടെക്ചർ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാലയമാണിത്. കേരളത്തിലെ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും കരുത്തുറ്റ സംഘടനയായ ലെൻസ്ഫെഡിൻ്റെ കീഴിൽ പാലക്കാട് ലെൻസ്ഫെഡ് ട്രസ്റ്റാണ് കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചർ മേഖലകളിലെ വികാസം ലക്ഷ്യമിട്ട് പ്രതിഭാധനരായ വാസ്തുവിദ്യാ വിദഗ്ധരെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യവുമായി 2013 അധ്യയന വർഷം മുതൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ എന്ന കലാലയത്തിന് പിറവി നൽകിയത്. പാലക്കാട് ജില്ലയിലെ ലെൻസ്ഫെഡ് ഓർഗനൈസേഷൻ്റെ മെമ്പർമാരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ രൂപം കൊണ്ടിട്ടുള്ള ട്രസ്റ്റാണ് പാലക്കാട് ലെൻസ്ഫെഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ ട്രസ്റ്റിന് രൂപം കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ ക്രിയാത്മകമായി, അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കേരളത്തിലെ തന്നെ ആർക്കിടെക്ചറൽ ക്യാമ്പസുകളിൽ രണ്ടാമത്തെ സ്വതന്ത്ര ക്യാമ്പസാണ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ. ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറയുന്നത് തന്നെ ഗ്ലോബലി തിങ്കിങ്, ലോക്കലി ആക്ടിങ് എന്നാണ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൂടിയ പഠന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഉന്നത നിലവാരത്തിലുള്ള വാസ്തുവിദ്യാ വിദഗ്ധരെ, ആർക്കിടെക്റ്റുകളെ വാർത്തെടുക്കുക എന്ന ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ കച്ചവടം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത്തരമൊരു വിഷൻ മറന്നുകൊണ്ട് തന്നെ അവരവർ തൊഴിലെടുക്കുന്ന മേഖലയിൽ സമൂഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന, സമൂഹത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളും ഇടത്തരക്കാരും സമ്പന്നനുമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇടപഴകാൻ കഴിയാത്തക്ക വിധത്തിലുള്ള വാസ്തുവിദ്യാ വിദഗ്ധരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഊന്നൽ നൽകുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും, ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തകരാൽ രൂപീകരിക്കപ്പെട്ട
ഒരു പ്രൊഫഷണൽ കോളേജ് എന്ന് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിനെ ഞങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. തീർച്ചയായും ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള പഠന സൗകര്യങ്ങൾ, ആർക്കിടെക്ചർ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റുഡിയോ, അതുപോലെ തന്നെ അവരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. പഠന നിലവാരത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഞങ്ങൾ ഉയർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നല്ല പഠന സൗകര്യങ്ങളോടുകൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുവഴി ആർക്കിടെക്ചറൽ അവസരങ്ങൾ, ആർക്കിടെക്ചർ രംഗത്തെ അവസരങ്ങൾ കൂടുതൽ ആളുകൾക്ക് പ്രയോജനകരമായി മാറുക എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന 15,000-ഓളം പ്രൊഫഷണലുകളാണ് ഈ കലാലയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസം പൂർത്തിയായാൽ തൊഴിലവസരം നൽകുകയെന്നതും ഈ കലാലയത്തിൻ്റെ സവിശേഷതയാണ്. വർത്തമാനകാല സമൂഹത്തിൽ വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെടുമ്പോൾ പഠനത്തോടൊപ്പം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികളെ സക്രിയമാക്കുകയെന്ന ദൗത്യം ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ യാഥാർത്ഥ്യമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ 1,75,000-ഓളം ആർക്കിടെക്റ്റുകളുടെ കുറവ് സർക്കാർ മേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വകാര്യ മേഖലയിലുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാൻ വേണ്ടി കഴിയും. മാത്രമല്ല, ലോകത്തെവിടെയും എല്ലായിടത്തും തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷനുമായി, നിർമ്മാണമില്ലാതെ ഒരു വികസനവും നടക്കില്ല എന്നുള്ളതാണ്. ചെറിയ വീടുകൾ മുതൽ ലോകം അറിയപ്പെടുന്ന കെട്ടിടങ്ങൾ വരെ, അത് കെട്ടിടങ്ങളായാലും ശരി, പാലങ്ങളായാലും ശരി, റോഡുകളായാലും ശരി, ടൗൺ പ്ലാനിങ്ങുകളായാലും ഏത് തന്നെ രംഗത്തായിരുന്നാലും ശരി, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു അവസരമെന്ന്. ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ തൊഴിൽ സാധ്യതകൾ ഒരുപാടാണ്. അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ നമ്മുടെ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. ഞങ്ങൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ ലാബുകളും അതുപോലെ തന്നെ ഉന്നത നിലവാരത്തിൽ ലൈബ്രറി, മെറ്റീരിയൽ മ്യൂസിയം എന്നൊക്കെ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നല്ല നിലയിലുള്ള സൗകര്യങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ക്യാമ്പസിനെ സംബന്ധിച്ചോളം ഈ ക്യാമ്പസ് നിലനിൽക്കുന്നത് വള്ളുവനാടൻ സംസ്കാരം നിലനിൽക്കുന്ന പേരടിക്കുന്നിലാണ്, പത്തിരിപ്പാലയിൽ. ഇവിടെ ഇത് സ്ഥാപിക്കുമ്പോൾ തന്നെ ഞങ്ങൾ നോക്കിയിട്ടുള്ളത് ഇവിടെ കൂടുതൽ ട്രഡീഷണൽ ആർക്കിടെക്ചറിനെ കുറിച്ച് പഠിക്കാൻ സൗകര്യമുള്ള ഒരു മേഖല തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഇതൊരു പൊല്യൂഷൻ ഫ്രീ ക്യാമ്പസ്, അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ്, ആൻറ്റി റാഗിംഗ് ക്യാമ്പസ്, കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഈ സ്ഥാപനത്തിലില്ല. വളരെ സുരക്ഷിതത്തോടു കൂടി കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനം ചെയ്തിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു കാര്യമെന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ വേണ്ടി കഴിയും. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ ജിയ എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡ് ലൈൻസ് തരുന്നതിന് വേണ്ടി പ്രശസ്തരായിട്ടുള്ള ആർക്കിടെക്റ്റുകളുണ്ട്. അതിലൊന്നാണ് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ലോകമറിയപ്പെടുന്ന ആർക്കിടെക്റ്റായ പത്മശ്രീ ജി ശങ്കർ. അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ആർക്കിടെക്റ്റ് രമണി ശങ്കർ കോയമ്പത്തൂർ. ഈ രണ്ട് പ്രഗത്ഭമതികളായ ആളുകളും ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ പൂർണ്ണമായും ഇതൊരു ആർക്കിടെക്ചറൽ റിസർച്ച് സെൻ്ററാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള അഫിലിയേഷനും ഒക്കെ തന്നെ വരും വർഷങ്ങളിൽ ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ആ നിലയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇവിടുത്തെ ഉന്നത നിലവാരത്തിലുള്ള പുലർത്തുന്ന ഫാക്കൽറ്റീസ്, അത് ഞങ്ങളുടെ വലിയ പ്രത്യേകതയാണ്. അക്കാദമിക് സൈഡിൽ വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ഫാക്കൽറ്റീസിനെയാണ് ഞങ്ങളിവിടെ നിയമിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ തന്നെ കേരളത്തിലെ ആർക്കിടെക്ചർ രംഗത്ത് വളരെയധികം വെൽ നോൺ പേഴ്സൺ ആണ്, ഫ്രാൻസിസ് ചാണ്ടി. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം 30 വർഷം മുമ്പ് അമേരിക്കയിൽ നിന്നും MArch കഴിഞ്ഞ് വന്നിട്ടുള്ള ആളാണ്. കേരളത്തിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഉള്ള ഫാക്കൽറ്റി ടീമാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ആർക്കിടെക്ചർ പഠനശാഖയിൽ ഇന്റർനാഷണൽ തലത്തിലുള്ള പാഠ്യവിഷയങ്ങളാണ് ഈ കലാലയത്തിൽ പഠിപ്പിക്കുന്നത്. മോഡേൺ ആർക്കിടെക്ചറിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള പഠനത്തോടൊപ്പം പരമ്പരാഗത നിർമ്മാണ രീതികളും ഇവിടെ പഠന വിഷയമാണ്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കനുസരിച്ച് വാസ്തുവിദ്യയുടെയും ഭവന നിർമ്മാണ ശാസ്ത്രത്തിൻ്റെയും പൂർവ്വകാല ചരിത്രവും ആധുനികമായ രീതികളും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്നുവെന്നത് ഈ കലാലയത്തിൻ്റെ പ്രത്യേകതയാണ്. പരിസ്ഥിതി സൗഹൃദ ഹരിതാപ പടർന്ന അന്തരീക്ഷത്തിലാണ്
ഈ കലാലയം പ്രവർത്തിക്കുന്നത്. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ ഈ നാമകരണത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ആർക്കിടെക്ട്സിനെ വാർത്തെടുക്കുക എന്നതാണ്. അതുമാത്രമല്ല, ഇവിടെ നിന്നും കോഴ്സ് പൂർത്തീകരിച്ച് 5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ ക്യാമ്പസിൽ തന്നെ പ്രാക്ടീസ് നൽകാൻ പറ്റും എന്നുള്ളതും ഞങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. കാരണം നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനായ ലെൻസ്ഫെഡിന്റെ പാലക്കാട് ചാപ്റ്ററാണ് സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതുകൊണ്ടാണ്. കൂടാതെ ഇവിടെ അതിവിശാലമായ ക്യാമ്പസ് ആണുള്ളത്, ഗ്രീൻ ക്യാമ്പസ്. അതുപോലെ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ സ്റ്റുഡൻസിന് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു പഠനം നടത്താൻ വേണ്ടി കഴിയും. ക്ലാസ് റൂമുകൾ അതിവിശാലമായിട്ടുള്ളതും മോഡേണൈസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ക്ലാസ് റൂമുകളാണ്. വിശാലമായിട്ടുള്ള ക്യാൻറ്റീൻ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും വളരെ എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബോയ്സിനും ഗേൾസിനും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഹോസ്റ്റൽ ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഹോസ്റ്റലിലേക്കുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വാർഡൻസാണ് ഞങ്ങൾ ഇതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് അപ്രൂവൽ ലഭിച്ചിരിക്കുന്നത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ട്സിൽ നിന്നുമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ അഫിലിയേഷനും ഈ സ്ഥാപനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ആൻറ്റി റാഗിംഗ് മെഷേഴ്സ് എടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. ഭാവിയിൽ ന്യൂ ജനറേഷൻ ആർക്കിടെക്ട്സിനെ വാർത്തെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. PLCT പാലക്കാട് ലെൻസ്ഫെഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആദ്യ സംരംഭമാണ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് എന്ന് പറയുന്ന GIA. ഇതിൽ 51 അംഗ ട്രസ്റ്റി ബോർഡും അതിൽ നിന്നുള്ള 23 അംഗ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമാണ് ഈ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ആദ്യ സംരംഭത്തിൽ തന്നെ ആദ്യമായി 40 കുട്ടികളാണ് ഈ കോളേജിൽ പഠിക്കുന്നത്. ഇക്കൊല്ലം അത് വീണ്ടും 40 കൂടി 80 കുട്ടികളായിട്ടുണ്ട്. വരുന്ന 5 കൊല്ലം കൊണ്ട് GIAയിൽ 500 കുട്ടികൾ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള 6th പേ കമ്മീഷൻ സാലറിയാണ് ഇവിടെയുള്ള എല്ലാ ഫാക്കൽറ്റീസിനും നൽകി വരുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ വിങ്ങും ഫാക്കൽറ്റീസും ആണ് ഇതിൻ്റെ മൂലധനം. കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു പ്രൊഫഷണൽ സംഘടന ഒരു കോളേജ് നടത്തുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലത്തിനുള്ളിലാണ് ഈ കാണുന്ന രീതിയിലുള്ള വളർച്ച പ്രാപിച്ചിട്ടുള്ളത്. അതിനെ സഹായിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒപ്പം തന്നെയുള്ള 51 അംഗ ട്രസ്റ്റീസുമാണ്. ഈ വരുന്ന കൊല്ലങ്ങളിൽ പുതുതായി ബിഡ്, ബാച്ചലർ ഓഫ് ഇന്റീരിയർ ഡിസൈൻ, MR എന്നീ കോഴ്സുകൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വേൾഡിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസായി മാറണം എന്നുള്ളതാണ് ഉദ്ദേശം. ആഗോളതലത്തിൽ ആർക്കിടെക്ചർ പഠനശാഖയിലെ വളർച്ചയെ ആധാരമാക്കിയുള്ള നിരവധി ഗ്രന്ഥങ്ങളടങ്ങുന്ന ലൈബ്രറി വിദ്യാർത്ഥികളുടെ പഠന മികവിനെയും നിരീക്ഷണ പാടവത്തെയും വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. ഓരോ വിദ്യാർത്ഥിക്കും ആധുനികമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഓരോ ടേബിൾ എന്ന നിലയിലുള്ള സ്റ്റുഡിയോ ക്ലാസ് സംവിധാനവും ഏറെ ശ്രദ്ധേയമാണ്. വിശാലമായ കമ്പ്യൂട്ടർ ലാബ് ഈ കലാലയത്തിലെ സവിശേഷതയാണ്. പുതിയ ഡിസൈനുകൾ രൂപകൽപ്പന നടത്താനും വിദ്യാർത്ഥികളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ഈ കമ്പ്യൂട്ടർ ലാബ് ഉപകാരപ്രദമാവുന്നുണ്ട്. This is where we conduct our studio hours and the lecture hours. I'm one of the faculty members here, and as you can see, we have all the most modern facility provided for the students, including the drawing board and the tables and stools that you see over here. We have all the lockers for the students to keep their things. This is how they sit during the lecture hours. They come in front and hear the lecture. They go back to their table for the studio hours where they can work on their board, and we have all those audio-visual facilities provided for them. We conduct presentations over here itself. We have provided separate tables and stools for each student, and they can store their bags and stuffs inside this drawers and space provided in each of the table. And we also have a lab over there which I'll be showing it. Keeping anthropometrics in mind, we have provided chairs that can reduce the problem of back pain in architecture students, which we usually see. This is how their writing pads are. They sit there, observe their teachers, and they write out lecture notes from here, and they go back to their studio tables for their work. We also have a locker facility for each student. This is how it works. Each is for each student. They can write their name and they can lock it down. They can keep their stuffs inside this for the academics. This is the computer lab where students learn their CAD lessons. All those facilities for them. We have maximum number of computers provided for them,
and we have a writing board so that teachers can give them lecture classes. They work from here. This is the library that we have provided for the students. We have all sorts of books related to architecture. We have collected it from in and outside India, from almost all the authors, and these books serves as a good guidance to the students because they can access it anytime they want. We have all the books for their academics also, as the textbooks they can learn it from here, or the other books they can refer it from here. ഈ കലാലയത്തിലെ മോഡലിംഗ് വർക്ക്ഷോപ്പ് വാസ്തുവിദ്യയുടെയും ഭവന നിർമ്മാണ ശാസ്ത്രത്തിൻ്റെയും ആധുനികവും പരമ്പരാഗതവുമായ ഉറവിടമാണ്. ഓരോ വിദ്യാർത്ഥികളും അവരവരുടെ പ്രതിഭയിൽ ഉരുത്തിരിയുന്ന വൈവിധ്യമാർന്ന ഡിസൈനുകളിലുള്ള മോഡലിംഗ് ഉണ്ടാക്കി പഠിക്കാനുള്ള വിശാലമായ സൗകര്യവും മോഡലിംഗ് വർക്ക്ഷോപ്പിലുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ആധുനികമായ ടോയ്ലറ്റ് സംവിധാനവും ഇവിടെയുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായി പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ആധുനികമായ സൗകര്യമുള്ള ഹോസ്റ്റലുകളുടെ നിർമ്മാണ പ്രവൃത്തിയും കോളേജ് ക്യാമ്പസിനകത്ത് പുരോഗമിച്ചു വരികയാണ്. ഗുണമേന്മയുള്ള ഭക്ഷണം നൽകുകയെന്ന ലക്ഷ്യവുമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ രുചിഭേദങ്ങൾക്കനുസൃതമായി ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന ഫുഡ് കോർട്ട് ഈ കലാലയത്തിൽ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. Going into the second year of institution, we're feeling quite comfortable. We're expecting good students out here. Last year we had some of the best students possible in the country. This year again we're expecting. We are going into the second year of this academic session. First year we had some wonderful students joining us. We're expecting some wonderful students this year too. Global Institute of Architecture definitely would reach global standards, and we hope to enter into